പരുന്തുംപാറയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ജില്ലാ ഭരണകൂടം ഈ ദൃശ്യങ്ങൾ കൂടി കാണുക. നിങ്ങൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടമാണ്. പക്ഷേ ഇവിടെ ഒന്നും സ്റ്റോപ്പായിട്ടില്ല. അവസാനവട്ട ജോലികളാണ് തകൃതിയായി നടക്കുന്നത്. സ്റ്റോപ്പ് മെമ്മോ കടലാസും നൽകി മടങ്ങിയതല്ലാതെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാൻ ആരുമില്ല. ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയ പ്രത്യേക സംഘം തിങ്കളാഴ്ച ഭൂരേഖകളുടെ പരിശോധനയ്ക്ക് എത്താനിരിക്കെയാണ് നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നത്. പരുന്തുംപാറയിലെ കയ്യേറ്റവും കെട്ടിട നിർമ്മാണങ്ങളും ഒരു വശത്ത് നിർബാധം നടക്കുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ്. പീരുമേട് MLA സംശയനിഴലിലാക്കിയാണ് കോൺഗ്രസ്. CPയുടെ സർവീസ് സംഘടനയാണ് വില്ലേജ് ഓഫീസുകൾ ഭരിക്കുന്നത്. വില്ലേജ് മാറിയുള്ള രേഖകൾ ശരിയാക്കാൻ ലക്ഷങ്ങളാണ് കൈക്കൂലി വാങ്ങുന്നതെന്നും DCC പ്രസിഡന്റ് CP മാത്യു ആരോപിച്ചു. രേഖാപരമായി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും വാഴൂർ സോമൻ്റെ നിസ്സംഗത വളരെ ഗുരുതരമായ സംശയത്തിന് ഇടവരുത്തുന്നു. ഈ ബന്ധപ്പെട്ട താലൂക്ക് ഓഫീസിലെയും വില്ലേജ് ഓഫീസിലെയും ഉദ്യോഗസ്ഥന്മാർ ഒരു നമ്പറൊക്കെ തിരുത്തിക്കൊള്ളുന്ന 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെ വാങ്ങിയിട്ടുള്ളത്. ഓരോരുത്തരും കൊടുത്തിട്ടുള്ള കഥകൾ ഞങ്ങളുടെ കൈവശം കിട്ടിയിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്. പരുന്തുംപാറയിലെ 2 ഏക്കർ പട്ടയഭൂമിയുടെ പേരിൽ തന്നെ നിശബ്ദനാക്കാമെന്ന് കോൺഗ്രസ് കരുതേണ്ടെന്നായിരുന്നു വാഴൂർ സോമന്റെ മറുപടി. ഇതെല്ലാം വൻ തോക്കുകളാണ് വന്ന് കയ്യേറുന്നത്. അവരെ സഹായിക്കുന്ന ചില ഏജന്റുമാർ ഇവിടെയുണ്ട്. അതിലൊന്നാമത്തെ ആൾ കോൺഗ്രസിൻ്റെ നേതാവ് അഷറഫ് തന്നെയാണ്. എനിക്ക് അവിടെ സ്ഥലമുണ്ട്, എല്ലാ രേഖയും എൻ്റെ കയ്യിലുണ്ട്. വേണേൽ നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ തയ്യാറാണ്. 2 ഏക്കർ ഭൂമി 2 ഏക്കർ ഭൂമിയുണ്ട്. കോൺഗ്രസ്സുകാർ എന്നെ ഒന്ന് ക്ലൗഡ് ഓൺ ചെയ്യാൻ നോക്കുന്നത്. കാരണം ഇവിടുത്തെ കയ്യേറ്റങ്ങൾക്ക് ഞാനാണ് ശക്തമായി എടുക്കുന്നത്. 1978 പട്ടയരേഖകളും വാഴൂർ സോമൻ പുറത്തുവിട്ടു. പരുന്തുംപാറയിലെ വൻകിട കെട്ടിടങ്ങളൊന്നും ഇന്നും ഇന്നലെയും കെട്ടി ഉയർത്തിയതല്ല. അപ്പോഴൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കളും റവന്യൂ ഉദ്യോഗസ്ഥരും എവിടെയായിരുന്നുവെന്നതാണ് പ്രധാന ചോദ്യം. പരുന്തുംപാറയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.